നമസ്കാരം. ടർബോ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതി ചെയ്യുന്ന ഒരു വീഡിയോയാണിത്. സിനിമ 100 കോടി നേടുമെന്നുള്ള വീഡിയോ ആണ് ലാസ്റ്റ് ഞാൻ ആ സിനിമയെക്കുറിച്ച് ചെയ്തത്. അന്ന് അതിന്റെ താഴെ വന്ന് കുറെ ആളുകളുടെ കമന്റുകൾ കാണുകയുണ്ടായി, സിനിമ 100 കോടി നേടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാൻ അപ്പോഴും പ്രതീക്ഷയോടുകൂടി തന്നെയായിരുന്നു ഇരുന്നത് ചിത്രം 100 കോടി നേടുമെന്നുള്ള ഒരു കാര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ആ വീഡിയോ ചെയ്തത്. എന്നാൽ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോന്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടു തന്നെ വിലയിരുത്തുക. അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായിട്ടും കണ്ടു കഴിഞ്ഞതിന് ശേഷം പ്രതികരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ പ്രതികരിക്കുന്നവരാണ് അധികം. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് വിശ്വസിക്കാം അങ്ങനെ പ്രതികരിക്കുമെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ടർബോ എന്ന് പറയുന്ന സിനിമ 100 കോടി നേടുമോ എന്നുള്ളതാണ് ചോദ്യം. മമ്മൂട്ടി ആരാധകരായിട്ടുള്ള പലരുടെയും വലിയ സ്വപ്നമാണ്. പലരുടെയും എന്ന് എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നും പലരും വിശ്വസിക്കുന്നുണ്ട് മമ്മൂട്ടി 100 കോടി നേടി എന്നുള്ളത്. 2 സിനിമകളുടെ പേരാണ് അവരെപ്പോഴും പറയുന്നത്. അത് ലോപിച്ച് ഇപ്പോൾ ഒരു സിനിമയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, വൈശാഖ് തന്നെ മമ്മൂട്ടിയെ വെച്ച് ചെയ്ത മധുരരാജയാണ് ആ 100 കോടി നേടിയ സിനിമ എന്ന് വിശ്വസിക്കുന്ന കുറെ ആളുകളുണ്ട്. അവർ ആ രീതിയിലൂടെ വിശ്വസിച്ചോട്ടെ. മറ്റുള്ളവരുടെ കാര്യം, അതായത് സാധാരണ മനുഷ്യരുടെ കാര്യങ്ങൾ നമ്മൾ മറ്റൊരു കുറച്ച് എക്സ്ട്രാ ഇന്റലിജന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേറൊരു ഗ്രഹത്തിലുള്ള ആളുകളായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സാധാരണക്കാരെന്ന് പറയുന്നത്. അപ്പൊ അവരെ കളിയാക്കിയതായിട്ട് തോന്നരുത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. മറ്റുള്ളവരുടെ സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകരുടെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഇതാണ് എന്നുള്ളത്. നമ്മുടെ ഭീഷ്മപർവമാണ് എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമ ഇട്ട ആ ഒരു റെക്കോർഡ് 93 കോടി രൂപയോളമാണെന്ന് തോന്നുന്ന ആഗോളതലത്തിൽ ആ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് നേടിയത്. ഈ ടോട്ടൽ ബിസിനസ്സിലൂടെ 100 കോടി നേടി എന്ന് പറഞ്ഞ് സമാധാനിക്കുന്നവരോട് ഒരു കാര്യം പറയാനുള്ളത്, ഓൾമോസ്റ്റ് മലയാളത്തിൽ ഒരു 50-ന് മുകളിൽ കളക്ഷൻ നേടുന്ന എല്ലാ സിനിമകളും ഈ ടോട്ടൽ ബിസിനസ് 100 എന്ന് പറഞ്ഞ് തള്ളാറുണ്ട്. അത് വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് 100 കോടി എത്തി എന്ന് പറയുന്നത്. ഇപ്പൊ മമ്മൂട്ടിയുടെ സിനിമയുടെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭീഷ്മപർവം 100 കോടി ടോട്ടൽ ബിസിനസ്സിലൂടെ നേടിയിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമ 100 കോടി നേടിയിട്ടുണ്ട്. ബോക്സ് ഓഫീസിലൂടെയല്ല, ടോട്ടൽ ബിസിനസ്സിലൂടെ 100 കോടി നേടിയിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. പക്ഷെ മധുരരാജയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ബോക്സ് ഓഫീസ് കണക്കുകൾ മാത്രം വന്നിരിക്കുന്നത് 44 കോടി രൂപ മാത്രമാണ്. വേൾഡ് വൈഡ് ആയിട്ട് 44 കോടി രൂപ മാത്രം നേടിയ സിനിമ 56 കോടി രൂപയുടെ ബിസിനസ് നേടി എന്ന് പറയുന്നത് ലോക മണ്ടത്തരമായിട്ട് തന്നെ വിലയിരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരിക്കലും ഒരു രീതിയിലും ആ 100 കോടി എന്ന് പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. അത് വെറും തള്ളു മാത്രമായിട്ടാണ് എല്ലാവരും ഉൾക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ, അതേ ടീം ഒന്നിച്ച ടർബോ എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. അതായത് മധുരരാജയുടെ ആ ഒരു ആദ്യത്തെ 2 ദിവസത്തെ തള്ളിക്കയറ്റത്തിന് ശേഷം പിന്നീട് പടം വീഴുന്നതാണ് കാണുന്നത്. വീഴുക മീൻസ് ഒരു നോർമൽ ലെവലിലേക്ക് വരുന്നതാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ടർബോന്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ടർബോയ്ക്ക് വലിയ എതിരാളികൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ എതിരാളികളെ എല്ലാം തട്ടിമറിച്ചുകൊണ്ട് തന്നെ സിനിമയുടെ കളക്ഷൻ മുന്നോട്ട് പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് മമ്മൂട്ടിയുടെ കഴിഞ്ഞ കുറെ കാലങ്ങൾക്കിടയിൽ വന്ന ഒരു പെർഫെക്റ്റ് ആക്ഷൻ സിനിമ എന്ന് തന്നെ പറയാം. ഭീഷ്മപർവ്വമൊക്കെ ആക്ഷൻ ആണ് എന്നുണ്ടെങ്കിലും മമ്മൂട്ടിയുടെ ആക്ഷൻ ഓരെണ്ണെ മാത്രമേ അതിനകത്തുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു ഫീല് നിലനിർത്തിയ സിനിമയായിരുന്നു ഭീഷ്മപർവ്വം. ഇത് അങ്ങനെയല്ല, ഒരു പക്ക അടിപ്പടം എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നത്. നല്ല ഗംഭീരമായിട്ടുള്ള ഫൈറ്റുകൾ 2-3 ഉണ്ടായിരുന്നു. അത് നമ്മൾ ആ റിവ്യൂ ചെയ്തപ്പോഴും പറഞ്ഞാണ്. പ്രത്യേകിച്ച് ആ പോലീസ് സ്റ്റേഷൻ ഫൈറ്റും ബസ്സിനകത്തുള്ള ഫൈറ്റും ക്ലൈമാക്സിലുള്ള ഫൈറ്റും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി ഫൈറ്റ് ആയിരുന്നു എന്ന് പറയാൻ സാധിക്കത്തില്ല. പക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തെ നമ്മൾ നോക്കുന്ന സമയത്ത് വലിയ ഒരു ഫൈറ്റ് തന്നെയായിരുന്നു എന്ന് വിലയിരുത്താം. ഇതെല്ലാം കാരണം കൊണ്ടാണ് ആ സിനിമ ഒരു തുടക്കത്തിലെ തന്നെ വലിയൊരു സക്സസിലേക്ക് പോയിരുന്നത്. പക്ഷെ സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. റിലീസ് ചെയ്ത സമയത്ത് റിവ്യൂ ചെയ്തപ്പോഴും ഒരു കാര്യം പറഞ്ഞിരുന്നു, മമ്മൂട്ടിയുടെ ആക്ഷൻ നമുക്ക് അംഗീകരിക്കാം, അല്ലെങ്കിൽ അംഗീകരിച്ചുകൊണ്ട് കാണണം ഈ സിനിമ എന്നുള്ളൊരു കാര്യം ഞാൻ അവിടെ എടുത്തു പറഞ്ഞത്. നിങ്ങൾക്ക് റിവ്യൂ കാണുമ്പോൾ ഒന്നുകൂടി നോക്കാവുന്നേ ഉള്ളൂ. പക്ഷെ പടം ടിക്കറ്റ് എടുത്ത് കാണുന്ന ഒരാൾ ആക്ഷൻ പടം കാണാൻ വരുമ്പോൾ മമ്മൂട്ടിയാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് കാണേണ്ട കുറെ ആക്ഷൻ രംഗങ്ങളുണ്ട്. അതെന്നാ റിവ്യൂ ചെയ്തപ്പോൾ കുറെ ആളുകൾ കളിയാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ആ ഒരു സംഭവം ഒരു ടൈം വരെ
അതിനെ പിടിച്ചു നിർത്താൻ സാധിക്കത്തുള്ളൂ. അതായത് മമ്മൂട്ടി ആരാധകരുടെ അല്ലെങ്കിൽ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ആ ഒരു സംഭവത്തിന് ശേഷം പിന്നീട് സാധാരണ പ്രേക്ഷകർ വന്നു തുടങ്ങുന്ന സമയത്ത്, അതായത് ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകർ വന്നു തുടങ്ങുന്ന സമയത്ത് ഈ ആക്ഷൻ രംഗങ്ങൾ നെഗറ്റീവായിട്ട് വരുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ഈ സിനിമയ്ക്കും സംഭവിച്ചിട്ടുണ്ട്. ആദ്യത്തെ വാരം വലിയ ഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ആഗോളതലത്തിൽ നിന്നും സിനിമയ്ക്ക് നേടാൻ സാധിച്ചത്. രണ്ടാം വാരത്തിലേക്ക് വരുന്ന സമയത്ത് കേരള ബോക്സ് ഓഫീസിൽ പടം മൂക്കുകുത്തി വീഴുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ വിദേശ മാർക്കറ്റിൽ വലിയ കാര്യമായിട്ട് തന്നെ, പ്രത്യേകിച്ച് GCCയിലെല്ലാം വലിയ കാര്യമായിട്ട് തന്നെ സെക്കൻഡ് വീക്കിലും പടം പിടിച്ചു നിൽക്കുന്നത് കാണാൻ സാധിച്ചു. മൂന്നാം വാരത്തിലേക്ക് കടക്കുമ്പോൾ, ഇപ്പോൾ നാലാം വാരം എന്ന് പറയാമെന്നുണ്ടെങ്കിലും ഈ കഴിഞ്ഞ ആഴ്ചയിലെ കണക്കുകൾ നോക്കുമ്പോഴും ഒട്ടും മോശമല്ലാത്ത രീതിയിൽ തന്നെ കേരള ബോക്സ് ഓഫീസിൽ പടം വീണു എന്ന് തന്നെയാണ് സത്യം. GCCയിലും പടത്തിന്റെ കളക്ഷൻ വലിയ കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അടുത്ത ആഴ്ചയാണ് പെരുന്നാൾ. അതുകൊണ്ട് തന്നെ പെരുന്നാളിന്റെ ലീവ് കാര്യങ്ങളൊക്കെ GCCയിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും നിലവിൽ മൂന്നാം വാരത്തിൽ GCCയിൽ വളരെയധികം അടിഞ്ഞുപോയി എന്നുള്ളത് കൊണ്ട് തന്നെ നാലാം വാരം പടം എത്രത്തോളം പിടിച്ചു കയറി വരും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. മാത്രമല്ല നാലാം വാരം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വലിയ കാര്യമായിട്ട് ഒന്നും തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇപ്പോഴത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 120ഓളം തിയേറ്ററുകളിൽ കേരള ബോക്സ് ഓഫീസിൽ പടം പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ 120 തിയേറ്ററുകളിൽ ഏകദേശം 100ഓളം തിയേറ്ററുകളിലും ഒരു ഷോയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിയേറ്ററിന്റെ എണ്ണം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനകത്ത് എത്ര ഷോസ് ഓടുന്നുണ്ട് എന്നുള്ളതും കൂടി ഒരു ചോദ്യമാണ്. മാത്രമല്ല ഈ വെള്ളിയാഴ്ച, അതായത് മിനിഞ്ഞാന്ന് ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് വെറും 5 ലക്ഷം രൂപ മാത്രമാണ് എന്നുള്ളത് കൂടി നോക്കുമ്പോൾ, വെറും 5 ലക്ഷം രൂപ കഴിഞ്ഞ വെള്ളിയാഴ്ച നേടിയെന്ന് പറയുമ്പോൾ ശനി ഞായർ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കുറച്ചും കൂടി കളക്ഷൻ കയറിയിട്ടുണ്ടാവും. പക്ഷെ തിങ്കളാഴ്ചയോടുകൂടി എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാം. കുഞ്ചാക്കോവന്റെ പടത്തിന് ഒരു ശരാശരി അഭിപ്രായം കിട്ടുന്നുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്ത കളക്ഷനുമായിട്ട്, അതായത് കുഞ്ചാക്കോവൻ ചിത്രത്തിന്റെ ഒരു കളക്ഷനുമായിട്ട് അത് മുന്നോട്ട് പോകുന്നു. പുതിയ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പെട്ടെന്ന് ചോദിക്കുന്നത് ഇപ്പോൾ റിലീസ് ചെയ്ത പടം ഏതാണെന്നാണ്. പഴയത് എന്നുള്ള രീതിയിലേക്ക് ആരും പോകത്തില്ല. പിന്നെ വേറെ ഒരു എടുത്തു പറയേണ്ടത് മറ്റേ വിജയ് സേതുപതിയുടെ പടം, അത് ഞാൻ കണ്ടില്ല. അത് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഗംഭീരമായിട്ടുള്ള അഭിപ്രായവുമായിട്ടാണ് മുന്നേറുന്നത്. കേരള ബോക്സ് ഓഫീസിലും പടം വലിയ കാര്യമായിട്ട് കളക്ഷൻ നേടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ അതും ഇനി വരും ദിവസങ്ങളിൽ കേരള ബോക്സ് ഓഫീസിൽ ടർബോയ്ക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഏറ്റവും ഇത് പറയേണ്ടത്, ഇതുവരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഇന്ത്യക്കകത്ത് നിന്നും ടർബോ ആകെ നേടിയത് 38.5 കോടി രൂപയാണ്. അതിനകത്തുനിന്ന് വലിയ മാറ്റമൊന്നും ഇനി വരത്തില്ല. ഏകദേശം ഒരു 50 ലക്ഷം രൂപയുടെ മാറ്റം ഒരു പക്ഷെ വന്നേക്കാം. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 33 കോടി 30 ലക്ഷം രൂപയുടെ 33 കോടി 35 ലക്ഷം രൂപയുടെ കളക്ഷനാണ് ഇതുവരെ വന്നതായിട്ട് പറയപ്പെടുന്നത്. ഈ 33 കോടി 35 ലക്ഷം രൂപ എന്ന് പറയുന്നത് മമ്മൂട്ടി സിനിമകളുടെ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ ഒന്നുമല്ല. മമ്മൂട്ടി കേരള ബോക്സ് ഓഫീസിൽ 45 കോടിക്ക് മുകളിൽ 3 സിനിമകളോളം അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം വന്ന 2 സിനിമകൾ, അതായത് ഈ പറഞ്ഞ ഭ്രമയുഗമായാലും അതുപോലെ തന്നെ കണ്ണൂർ സ്ക്വാഡ് ആയാലും ഈ പറഞ്ഞ 33 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമകളാണ്. 3 സിനിമകളല്ല, 2 സിനിമകളാണ് മമ്മൂട്ടിയുടെ 45 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അത് ഒന്ന് മറ്റേ ഭീഷ്മപർവവും 2 കണ്ണൂർ സ്ക്വാഡുമാണ്. വേൾഡ് വൈഡ് ആയിട്ട് ഇതുവരെ കിട്ടിയതായിട്ട് ട്രാക്കർമാരുടെ കണക്കുകൾ പ്രകാരം ഇതുവരെ കിട്ടിയതായിട്ട് പറയപ്പെടുന്നത് 72 കോടി രൂപയാണ്. ഈ കണക്ക് ഏകദേശം ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട് 5 ദിവസത്തോളമായി, 5 ദിവസം മുമ്പ് ഈ കണക്ക് പറയുമ്പോൾ ഏകദേശം 70.5 കോടി രൂപയായിരുന്നു. അതായത് 71 നമുക്ക് പറയാവുന്ന കണക്ക്. അതിൽ നിന്നും വെറും 1 കോടി രൂപ മാത്രമാണ് ഈ ഒരാഴ്ച കൊണ്ട് ഈ പടത്തിന്റെ കളക്ഷനിൽ കൂടിയിരിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. ഏകദേശം 5 ദിവസം കൊണ്ട് കൂടിയിരിക്കുന്നത്. അതായത് കാര്യമായിട്ടുള്ള കളക്ഷൻസ് കഴിഞ്ഞ ആഴ്ച വന്നിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. ഈ തിങ്കളാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 15 ലക്ഷം രൂപ മാത്രമാണ് നേടിയത്. ചൊവ്വാഴ്ചയും 15 ലക്ഷം രൂപ മാത്രം നേടാനാണ് സിനിമയ്ക്ക് സാധിച്ചത്. ബുധനാഴ്ചയിലേക്ക് എത്തുമ്പോൾ അത് 10 ലക്ഷം രൂപയായിട്ട് കുറയുന്നതും വ്യാഴാഴ്ചയിലേക്ക് എത്തുമ്പോൾ 10 ലക്ഷം രൂപയായിട്ട് വീണ്ടും അത് തന്നെ നിലനിൽക്കുന്നതും, വെള്ളിയാഴ്ച ഞാൻ നേരത്തെ 5 എന്നാണ് പറഞ്ഞത്, 5 അല്ല 4 ലക്ഷം രൂപ മാത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത്. ഇനി ശനി ഞായർ ദിവസങ്ങളിൽ, അതായത് ഇന്നും ഇന്നലേക്കായിട്ട് കൂടുതൽ കളക്ഷൻ വരുമെന്ന് പ്രതീക്ഷിച്ചാൽ കഴിഞ്ഞ ശനിയാഴ്ച 42 ലക്ഷം രൂപയാണ് നേടാൻ സാധിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച 42 ലക്ഷം രൂപ നേടിയ സിനിമയാണ് പിറ്റേ തിങ്കളാഴ്ച 15ലേക്ക് വീണത്. കഴിഞ്ഞ ഞായറാഴ്ച നേടിയത് 50 ലക്ഷം രൂപ മാത്രമാണ്. ആ പിറ്റേ ദിവസം 35 ലക്ഷം രൂപയുടെ ഇടിവ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച 50 ലക്ഷവും കഴിഞ്ഞ ശനിയാഴ്ച 42 ലക്ഷവുമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് എന്നുണ്ടെങ്കിൽ ഈ വെള്ളിയാഴ്ച 4 ലക്ഷം രൂപ നേടിയ സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ
സാധിക്കുക പരമാവധി 15 ലക്ഷം രൂപയായിരിക്കും. ഇന്നത്തെ കണക്ക് വരികയാണെങ്കിൽ പരമാവധി 20 ലക്ഷം രൂപയായിരിക്കും. അതിൽ കൂടുതൽ എന്തായാലും പോവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. തിങ്കളാഴ്ചത്തേക്ക് വരുമ്പോൾ ഈ 4 ലക്ഷം രൂപ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ കളക്ഷനിൽ നിന്ന് പിന്നെയും താഴോട്ട് പോകാനായിരിക്കും സാധ്യത. അപ്പോൾ പിന്നീട് വരുന്ന ദിവസങ്ങളിൽ ഈ ബോക്സ് ഓഫീസ് കണക്കുകൾ നമുക്ക് ലഭ്യമാവില്ല. പിന്നീട് ഒഫീഷ്യലായിട്ട് അവരെന്തെങ്കിലും പ്രഖ്യാപിച്ചാൽ മാത്രമേ പറയാനുള്ളൂ. ഇനി ഒരു കാര്യം ഉറപ്പ് പറയാൻ സാധിക്കും, ഇനി അത് വേൾഡ് വൈഡ് ആയിട്ട് 100 കോടി നേടി എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റർ അടിച്ചുകൊണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ നമുക്ക് മുന്നിൽ വരികയാണെങ്കിൽ ഉറപ്പിച്ചു പറയാൻ സാധിക്കും അത് തള്ളായിരിക്കും എന്നുള്ളത്. അതല്ലാതെ ഇനി നടക്കണമെന്നുണ്ടെങ്കിൽ GCCയിൽ ഒരു അത്ഭുതം സംഭവിക്കണം. ഇതുവരെ കഴിഞ്ഞ 3-ാം വാരത്തിൽ വലിയ കാര്യമായിട്ടൊന്നും നേടാത്ത സിനിമ ഈ പറഞ്ഞ പെരുന്നാളിന്റെ പേരിൽ മാത്രം അടുത്ത ആഴ്ച വലിയ ഹിറ്റിലേക്ക് പോവുക എന്ന് പറയുന്ന അസ്വാഭാവികതയാണ്. കാരണം 3 ആഴ്ച കൊണ്ട് ഓൾമോസ്റ്റ് കാണുന്ന സിനിമാ പ്രേമികളെല്ലാം കണ്ടു കഴിഞ്ഞു. പിന്നീട് ഇനി പറഞ്ഞ ലീവ് കാത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. പക്ഷെ അവരെ കൊണ്ട് ഒരു വലിയൊരു തള്ളിച്ച കളക്ഷനിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏകദേശം സിനിമയുടെ ഓട്ടം തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. OTT പ്ലാറ്റ്ഫോം OTT റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അത് കൃത്യമായിട്ടുള്ള കണക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. തീർച്ചയായിട്ടും നാളെ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വരുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.